ഈ 24-ാം അധ്യായം 23-ാം അധ്യായത്തിൽ നമ്മൾ കേട്ടത് പൗലോസിനെ പിടിച്ച് ഉപദ്രവിക്കാൻ വേണ്ടി കയ്യേറ്റം ചെയ്യാൻ തയ്യാറായി നിൽക്കുമ്പോൾ പെട്ടെന്ന് പൗലോസിനെ അവിടുന്ന് എസ്കേപ്പ് ആക്കി കൊണ്ടുവരുന്ന കാഴ്ചയാണ് നമ്മൾ വായിച്ചത്. എസ്കേപ്പ് ആക്കി കൊണ്ടുവന്നപ്പോഴാണ് രാത്രിയിൽ ദൈവാത്മാവിന്റെ ശബ്ദം താൻ കോട്ടയ്ക്കകത്ത് കേൾക്കുന്നത്. അത് നിങ്ങൾ ശ്രദ്ധിക്കുന്നു എന്ന് ഞാൻ മനസ്സിലാക്കും. എന്നാൽ കോട്ടയ്ക്കകത്ത് നിൽക്കുന്ന അല്ലെങ്കിൽ ഇരിക്കുന്ന പൗലോസിനെ 24-ാം അധ്യായത്തിൽ ന്യായാധിപ സംഘത്തിന് മുമ്പിലേക്ക് കൊണ്ടുവരികയാണ്. അവിടെ ഫെലിക്സ് എന്ന ഒരു വ്യക്തിയെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഈ ഫെലിക്സിനെ കുറിച്ച് പഠിച്ചാൽ, ചരിത്രം പഠിച്ചാൽ, ഇത്രയും അധികം കൈക്കൂലി വാങ്ങിയ മറ്റൊരു ഉദ്യോഗസ്ഥനെ കുറിച്ച് കാണാനേ കഴിയത്തില്ല. അതുപോലെ കൈക്കൂലി വാങ്ങിച്ചുകൊണ്ടിരുന്ന ഒരു ഉദ്യോഗസ്ഥനായിരുന്നു പ്രിയ ഫെലിക്സ്. ഫെലിക്സിന് മുമ്പിൽ ആൾക്കാരെല്ലാം കൂടെ കൂടി വരികയാണ്. പക്ഷെ ഇത്രയും കൈക്കൂലി വാങ്ങിക്കുന്നതിനായിട്ടും ഈ എന്താ പറഞ്ഞ ഫെലിക്സിനെ കുറിച്ച് ആദ്യം കൊടുത്ത ഇൻട്രൊഡക്ഷൻ കേട്ടപ്പോൾ എന്റെ മനസ്സിൽ തകർന്നു പോയി. ഫെലിക്സിനെ കുറിച്ച് ആദ്യം ഇൻട്രൊഡക്ഷന് 3-ാം വാക്യം ഒന്ന് വായിച്ച് മൂന്നാം വാക്യം വായിച്ചു. രാജശ്രീ ഫെലിക്സ് കിട്ടില്ലയോ? രാജശ്രീ ഫെലിക്സെ, നീ മുഖാന്തരം ഞങ്ങൾ വളരെ സമാധാനം അനുഭവിക്കുന്നതും നിന്റെ പരിപാലനത്താൽ ഈ ജാതിക്ക് ഏറിയ ഗുണീകരണങ്ങൾ സാധിച്ചിരിക്കുന്നതും ഞങ്ങൾ എല്ലായ്പ്പോഴും എല്ലായിടത്തും പൂർണ്ണ നന്ദിയോടും കൂടെ അംഗീകരിക്കുന്നുണ്ട്. ഇത് കേട്ടാൽ നമ്മൾ ഓർത്തും ഈ പുള്ളിയെ ചില്ലുകോട്ടിട്ട് വെക്കാൻ കൊള്ളുന്ന ടീമാണെന്ന് ഒറ്റ വാക്യത്തിൽ കേൾക്കും. ഞാൻ അവിടെ ഒരു ചിന്ത പറയാം. കാണിക്കാവുന്ന അഹങ്കാരവും കാണിക്കാവുന്ന അനീതിയും എല്ലാം കാണിച്ചാലും കൂടെ 4 പേര് സന്തോഷം പറയാൻ കാണും. കാര്യം നടക്കണമെങ്കിൽ അവനെ അനുകൂലിക്കാൻ കുറച്ച് പേര് കാണും. അപ്പൊ നിങ്ങളോർക്കും പാസ്റ്റർ ഏത് ഉദ്ദേശത്തില്ല അവൻ കൈക്കൂലി വാങ്ങിക്കുന്നതാണെന്ന് പറഞ്ഞതെന്ന്. ചരിത്രത്തിൽ നിന്നാണ് ഞാൻ പറഞ്ഞത്. എന്നാലും ബൈബിളിൽ നിന്ന് ഒരു ഭാഗം വായിച്ച ഇന്ന് വായിച്ച വേദഭാഗം തന്നെ 26-ാം വാക്യം ഒന്ന് വായിച്ചാട്ടെ സിസ്റ്റർ. എനിക്ക് തോന്നുന്നു വായിച്ചു. പൗലോസ് തനിക്ക് ദ്രവ്യം തരുമെന്നാശിച്ച് പലപ്പോഴും അവനെ വരുത്തി അവനോട് സംഭാഷിച്ചു പോകുന്നു. കണ്ടോ, ഈ പുള്ളിയുടെ ആഗ്രഹം പൗലോസ് തനിക്ക് ദ്രവ്യം തരുമെന്നാണ്. അപ്പൊ ഇദ്ദേഹം കൂടെ ഇങ്ങനെ വിളിപ്പിക്കും. അതിന് തൊട്ട് മുമ്പിലുള്ള ഭാഗം 24-ാം വാക്യം ഒന്ന് വായിച്ച്. 24-ാം വാക്യം. കുറെ നാൾ കഴിഞ്ഞിട്ട് ഫേലിക്സ് യഹൂദ സ്ത്രീയായ തന്റെ ഭാര്യ ദ്രുസില്ലയുമായി വന്നു പൗലോസിനെ വരുത്തി ക്രിസ്തുവേശുവിലുള്ള വിശ്വാസത്തെ കുറിച്ച് അവന്റെ പ്രസംഗം കേട്ടു. കണ്ടോ, ഇവൻ പ്രസംഗം കേട്ടു. ഇവൻ മീറ്റിങ്ങിനും വിളിക്കും. ഈ മീറ്റിങ്ങിനും വിളിക്കും. അപ്പൊ നമ്മളൊക്കെ ഗുണപ്പെടാൻ വേണ്ടിയാണ്. എവിടാ അവൻ വിളിക്കുന്ന വല്ലതും കിട്ടുമെന്നും പറഞ്ഞോ? എന്റെ കൊണ്ടോ നിങ്ങൾ ഇവൻ മീറ്റിങ്ങിന് വിളിക്കും. എന്തിനാ വിളിക്കുന്നേ? വല്ലോ മീറ്റിംഗ് കൊണ്ട് കയറി. നമ്മുടെ ഈ പൗലോസിന്റെ പ്രത്യേകത നല്ല ടീമാണ്. നമ്മൾ നാട്ടിൽ പറയുന്നത് നല്ല അപ്പനെയാണ് കളി പഠിപ്പിക്കുന്നത്. കൊള്ളാം. ഇവനിങ്ങോട്ട് വന്നിട്ട് പ്രസവം കൊണ്ട് തുടങ്ങി. കാശ് വാങ്ങിക്കാൻ വേണ്ടിയിരുന്ന ആള് പ്രസവം കേട്ട് പേടിച്ചു പോകാനായിരിക്കുന്നേ. ഓണി ഭയപരവശനായെന്ന് എഴുതിയിരിക്കുന്നത്. അവിടെ ന്യായവിധിയെ കുറിച്ചുള്ള ദൂത് കേട്ടപ്പോൾ ഭയപരവശനായി. ഞാനൊരു ദൂത് അവിടെ ദൈവാത്മാവ് എന്നോട് കണക്ട് ചെയ്യുന്നൊരു ദൂത് ഞാൻ പറയാൻ പറ്റും. എന്റെ ശബ്ദം കേൾക്കുന്ന ദൈവദാസന്മാരോട്, ഫെലിക്സിന്റെ മന്ത്രിമന്ദിരങ്ങളുടെ ആകർഷണീയത ഒട്ടുമേശാതെ, അവിടെയുള്ള ഒരു മോടിയും നിന്നെ സ്വാധീനിക്കാതെ, മന്ത്രിമന്ദിരങ്ങൾക്ക് ഭയം വരത്തക്ക തരത്തിൽ നിന്റെ നാവ് കൊണ്ട് അസാധാരണമായ ദൂതുകളെ കൈമാറുന്ന ഒരഭിഷേകം ചിലരുടെ മേൽ ഇന്ന് പകലിൽ വീഴാൻ പോകും യേശുവിന്റെ നാമത്തിൽ. ഈ മോർണിംഗ് പ്രയറിൽ എന്നോട് കൂടെ ആയിരിക്കുന്ന ദൈവദാസന്മാർ, വിവിധ സഭകളിൽ നിന്ന്, വിവിധ മേഖലകളിൽ നിന്ന് പങ്കെടുക്കുന്ന ദൈവത്തിന്റെ ദാസന്മാർ, ദൈവമക്കൾ, നിങ്ങൾ എത്ര പേർ ഈ അഭിഷേകത്തിനു വേണ്ടി പ്രാർത്ഥിക്കും? മന്ത്രിമന്ദിരങ്ങളുടെ സ്വാധീനങ്ങൾക്കപ്പുറത്ത് തന്റെ മേൽ പകർന്നിരിക്കുന്ന ഈ അഭിഷേകത്തിൽ നിന്നുകൊണ്ട്
പ്രഭുക്കന്മാർക്കും നേതാക്കന്മാർക്കും ഭയം വരുത്തക്ക തരത്തിൽ ന്യായവിധി മാത്രമല്ല, ദൈവീക വചനത്തിന്റെ ശക്തിയെ കൈമാറാൻ ഇതിനകത്ത് ചിലതിന്റെ മേൽ അസാധാരണമായ അഭിഷേകം വീഴുന്നുവെന്ന് പരിശുദ്ധാത്മാവ് ദൂത് പറയുന്നു. ആമേൻ, ആമേൻ. നീതി, ഇന്ദ്രിയ ജയം, വരുവാനുള്ള ന്യായവിധി. യേശുവിന്റെ നാമത്തിൽ നീതി, ഇന്ദ്രിയ ജയം, വരുവാനുള്ള ന്യായവിധി ദൈവാത്മാവ് ഇടപെടുന്നു. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇതിനകത്ത് ശുശ്രൂഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ടെങ്കിൽ, എന്റെ ശബ്ദം ശ്രവിക്കുന്നവരുണ്ടെങ്കിൽ, ഹല്ലേലൂയ, എന്റെ ശബ്ദം ശ്രവിക്കുന്ന നിങ്ങളിൽ ആരെങ്കിലും ദൈവിക പദ്ധതിക്ക് വേണ്ടി ഉപയോഗിക്കപ്പെടണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ വായുകളെ തുറന്ന് കരം ഉയർത്തി ദൈവത്തിന് നന്ദി പറഞ്ഞു തുടങ്ങുക. ദൈവാത്മാവ് ഇടപെടുന്നു. അസാധാരണമായ ഒരു ബലം നിന്റെ നാവിന്റെ മേൽ വീഴുന്നു, നിന്റെ നാവിന്റെ മേൽ വീഴുന്നു. നിന്റെ തലയ്ക്ക് വീട് നിൽക്കുന്ന ദൈവ സാന്നിധ്യത്തിന്റെ പ്രത്യേകത എന്തെന്നറിയാമോ? ഒന്നിനാൽ സ്വാധീനിക്കപ്പെടാതെ ദൈവിക പദ്ധതിയുടെ അവൻ മർമ്മങ്ങളെ കൈകാര്യം ചെയ്യുന്ന ഗൃഹവിചാരകനെ പോലെ യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, ആസ് എ ലോയൽ സ്റ്റ്യൂവാർഡ്, യേശുവിന്റെ നാമത്തിൽ നീ ഉപയോഗിക്കപ്പെടാൻ പോകുന്നു. വിശ്വാസത്തോട് പറ, കർത്താവേ, എന്നെ എന്തെങ്കിലും പരമേൽപ്പിച്ചാൽ അത് അസാധാരണമായ ധൈര്യത്തോടെ ഞാൻ കൈമാറുമെന്ന് പ്രാർത്ഥനയോടെ പറയാൻ കഴിയുന്നവർ ഒരു നിമിഷം ഒന്ന് സ്തോത്രം ചെയ്തു തുടങ്ങിക്കേ. നിങ്ങളുടെ വായുകളെ തുറന്ന് ദൈവസന്നിധിയിൽ ആരാധിച്ചു തുടങ്ങിക്കേ. ഹല്ലേലൂയ. ഭയപ്പെട്ടിരിക്കുന്ന ആരെങ്കിലും ശബ്ദം കേൾക്കുന്നോ? ദൈവാത്മാവ് ഇടപെടും. നീ ഇനി ഭയപ്പെടില്ല. ചിലതിനെ ഭയപ്പെടുത്തത്തക്ക തരത്തിൽ നീതിയുടെ സുവിശേഷം, ന്യായവിധിയുടെ സുവിശേഷം കൈമാറാൻ ചിലതിന്റെ ആധരങ്ങൾക്ക് അസാധാരണമായ ധൈര്യം കൈവരട്ടെ. യേശുവിന്റെ നാമം ആരാധിച്ചു തുടങ്ങിക്ക്. എത്ര പേർക്ക് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലാകുന്നുണ്ട്? യേശുവിന്റെ നാമത്തിൽ നിന്നെ വിചാരണ ചെയ്യുമെന്ന് അധികാരത്തോടിരിക്കുന്ന ചില വീടുകൾക്കകത്ത് നിന്റെ മേൽ പകർന്നിരിക്കുന്ന അഭിഷേകത്തിന്റെ വചനത്തെ കൈമാറാൻ ദൈവത്താൽ ഒരുക്കപ്പെടുന്ന ആമേൻ സ്തോത്രം ചില അവസരങ്ങൾ കയറി വരുമെന്ന് പരിശുദ്ധാത്മാവിൽ ഞാൻ ദൂത് പറയുന്നു. നിന്നെ വിചാരണ ചെയ്യാൻ, നിനക്ക് നേരെ വീതി പകർപ്പ് പുറപ്പെടുവിക്കാൻ തയ്യാറായി നിൽക്കുക. ചിലതിന്റെ അകത്ത് ദൈവാത്മാവ് നിന്നെ കയറ്റി നിർത്തും. എന്തിനെന്നറിയാമോ? ദൈവത്താലുള്ള പദ്ധതികളുടെ ആവിഷ്കാരങ്ങൾ നിന്റെ നാവിലൂടെ പുറത്തു വരത്തക്ക തരത്തിൽ ദൈവാത്മാവിന് ഇടപെടലുണ്ടാകും. ഹല്ലേലൂയ. കരമുയർത്തി എത്ര പേര് ആമേൻ പറയുന്നുണ്ട്? ഇന്ന് ഈ മീറ്റിംഗിൽ പങ്കെടുക്കുന്ന ആമേൻ സഹോദരങ്ങളോട് പരിശുദ്ധാത്മാവ് എല്ലാ പ്രഭാതത്തിലും നിങ്ങൾ ഈ മീറ്റിംഗിൽ പങ്കെടുക്കുകയല്ലേ? ദൈവാത്മാവ് നിങ്ങൾ ഇടപെടും എന്ന് നിങ്ങൾ കേൾക്കുന്നവരാകില്ല, പകരം സംസാരിക്കാൻ തുടങ്ങും. ദൈവദാസന്മാരെ സാഹചര്യങ്ങളെ ചൊല്ലി ആമേൻ പ്രയാസത്തോടെ ഭാരത്തോടെ ആയിരിക്കുന്ന ദൈവഭൃത്യന്മാരൻ ശബ്ദം കേൾക്കുന്നെങ്കിൽ ദൈവാത്മാവ് ഇടപെടുന്നു. ഇനി അങ്ങനെയല്ല, ന്യായവിധിയുടെ സന്ദേശവുമായി സ്വർഗം നിങ്ങളെ മേത്തരമായ ചില ഭവനങ്ങൾക്ക് നിർത്താൻ ആഗ്രഹിച്ചിരിക്കെ എന്തിനു ഭയപ്പെടുന്നു? ധൈര്യത്തോടെ മാർച്ച് ഓൺ. ദൈവസന്നദ്ധയിൽ ധൈര്യത്തോടെ മുൻപോട്ട് നീങ്ങാൻ പരിശുദ്ധാത്മാവ് നിയമങ്ങളെ കൈമാറുന്നു. വിശ്വസിക്കുന്നവരെ കരമടിച്ച് എത്ര പേര് ആമേൻ പറയും? യേശുവിന്റെ നാമത്തിൽ അങ്ങനെ സംഭവിക്കട്ടെ. പറ, കർത്താവ് എന്റെ മേൽ അഭിഷേകം വീഴണമേ, എന്റെ മേൽ ദൈവിക ഇടപെടലുണ്ടാകണമേ. എനിക്ക് ഫെലിക്സിനെ പോലെയുള്ള അധികാര കേന്ദ്രങ്ങൾക്കകത്ത് ആമേൻ സ്തോത്രം അഭിഷേകം കൊണ്ട് നിൽക്കാൻ. യെസ്, അധികാര കേന്ദ്രങ്ങളെ അഭിഷേകം കൊണ്ട് സ്വാധീനിക്കാൻ. ആ പദം മനസ്സിൽ എഴുതിയിട്ടു. അധികാര കേന്ദ്രങ്ങളെ അഭിഷേകം കൊണ്ട് സ്വാധീനിക്കാൻ. ഹല്ലേലൂയ. അങ്ങനത്തെ അഭിഷിക്തന്മാർ എന്റെ ഈ സന്ദേശത്തിലൂടെ പുറത്തു വരട്ടെ എന്ന് ഞാൻ ആത്മാവിൽ പ്രാർത്ഥിക്കുന്നു. അധികാര കേന്ദ്രങ്ങളെ അഭിഷേകത്താൽ സ്വാധീനിക്കുന്ന ദൈവിക സന്ദേശങ്ങളുടെ വാഹകന്മാർ ഇന്നത്തെ സെക്ഷനിൽ ഈ ശബ്ദം നിമിത്തം പുറത്തു വരട്ടെ.
മക്കളെ വാക്കുകൾ കൊണ്ടും പ്രവൃത്തി കൊണ്ടും മറ്റുള്ളവരുടെ ഇടപെടലുകൾ കൊണ്ടും മനസ്സു തകർന്നിരിക്കുന്ന ചിലതിനെ നോക്കി ഞാൻ ആത്മാവിൽ പ്രതിവചിക്കുന്നു. അത് മറ്റൊന്നുമല്ല, നിന്റെ മേൽ ദൈവികമായ ഒരു പദ്ധതി ചലിക്കുന്നുണ്ട്. അത് അധികാര കേന്ദ്രങ്ങളെ ഭയപ്പെടുത്തത്തക്ക തരത്തിൽ അഭിഷേകത്തിന്റെ ഒരു കുത്തൊഴുക്കാണ്. കരമുയർത്തി 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 ആമേൻ പറയുക. കരമുയർത്തി ആമേൻ പറയുക. യേശുവിന്റെ നാമത്തിൽ ഞാൻ തിരിച്ചറിയുന്നു കേട്ടോ. ജനങ്ങൾ നോക്കുമ്പോ ആമേൻ സ്തോത്രം, ദൈവാത്മാവ് ചിലതിനെ ഇങ്ങനെ പ്രത്യേക പദ്ധതികൾക്ക് വേണ്ടി ഉദ്യമിപ്പിക്കുന്നത് എനിക്ക് കാണാൻ കഴിയുന്നുണ്ട്. വിശ്വസിക്കുക, ഈ സന്ദേശം നിന്റെ അപ്പോയിന്റ്മെന്റ് ലെറ്ററായി മാറും. ഈ സന്ദേശം നിന്നെ ഒന്ന് ചലിപ്പിക്കാൻ തുടങ്ങും. സാമാന്യങ്ങളുടെ ഇടയിൽ കിടക്കുന്ന യോനമാരെ ദൈവിക നിയോഗങ്ങളുടെ നിലവയിലേക്ക് തിരിച്ചുവിടുന്ന ആ ശബ്ദമായി വാക്കുകൾ തീരുകയാണ്. ആത്മാവ് ഇടപെടുന്നു. മനസ്സ് തകരരുത്, മനസ്സ് തളരരുത്. നിനക്ക് നേരെ എഴുന്നേറ്റ് വരുന്ന ഈ മൂവ്മെന്റ് ഉണ്ടല്ലോ, ജീസസ് ഹല്ലേലൂയ. പ്രാർത്ഥിക്കുന്നവന് വിരോധമായി ആ തയ്യാറായി വരുന്ന മൂവ്മെന്റുകൾ ഭയപ്പെടരുത്. ആത്മാവ് ഇടപെടുന്നു. ധൈര്യസമേതം ഏൽപ്പിച്ച സുവിശേഷത്തിന്റെ വക്താവായി നിൽക്ക്. ഇനിയും നിനക്ക് അധികാരത്തിന്റെ വാക്കുകൾ കൈമാറാനുണ്ട്. അധികാരത്തിന്റെ വാക്കുകൾ കൈമാറാനുണ്ട്. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ദൈവത്തോടൊന്ന് പറഞ്ഞ്, വായ്കളെ തുറന്നൊന്ന് പറഞ്ഞ്, എനിക്കത് വേണം, എനിക്ക് അഭിഷേകം വേണം, എനിക്ക് അഭിഷേകം വേണം, എന്റെ മേൽ ആ അഭിഷേകത്തെ പകരണമെന്ന് ദൈവസന്നിധിയിൽ എത്ര പേര് പറയും? ഓ ജീസസ്, സമയം പോയി. ആമേൻ സ്തോത്രം. ഞാൻ നമ്മുടെ സന്ദേശം ആരംഭിച്ചതേ ഉള്ളൂ. ആമേൻ സ്തോത്രം. ഞാൻ ആ വിഷയം ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വിഷയത്തിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിച്ച് നമുക്ക് ഈ സെഷൻ അവസാനിപ്പിക്കാം. നാളെയും മറ്റന്നാളും ഇതേ വിഷയം തന്നെ, ഈ ഭാഗം തന്നെ തുടരണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. സമയം വളരെ മുമ്പോട്ട് പോയല്ലോ. യേശുവിന്റെ നാമത്തിൽ ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിച്ച് ദൈവാത്മാവ് നിങ്ങളോട് സംസാരിക്കുന്നെങ്കിൽ ദൈവത്തോടൊന്ന് പറ, കർത്താവേ എന്നെ അതിനു വേണ്ടി ഒന്ന് ഉപയോഗിക്കണം, എന്നെ അതിനു വേണ്ടി ഒന്ന് ഉപയോഗിക്കണം. എത്ര പേര് ഭാരത്തോടെ ഈ സെഷൻ പങ്കെടുക്കുന്നുണ്ട്? ഏതെങ്കിലും പ്രയാസങ്ങളോ പ്രതിസന്ധികളോ നിമിത്തം മനസ്സ് തകർന്ന് ചെയ്യേണ്ട കാര്യങ്ങളിൽ നിന്ന് പിൻവലിഞ്ഞു നിൽക്കുന്ന ആരെങ്കിലും എന്റെ ശബ്ദം കേൾക്കുന്നെങ്കിൽ ഞാൻ ദൈവാത്മാവ് നിങ്ങളോട് പറയുന്നു, പരിശുദ്ധാത്മാവ് നിങ്ങളോടാണ് സംസാരിക്കുന്നത്. നിങ്ങൾക്ക് നേരെ കയറി വരുന്ന പ്രതിസന്ധികളെ കണ്ട് മനസ്സ് തളരാതെ ദൈവത്തോട് എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന മേഖലകളിൽ ഞാൻ മുൻപോട്ട് നടന്നു കയറി വരും എന്ന് ദൈവാത്മാവോടൊന്ന് പറഞ്ഞേ. ശബ്ദം ഉയർത്തി ഒന്ന് പറഞ്ഞേ. ഈ സൂം പ്ലാറ്റ്ഫോമിലെ സഹോദരനെല്ലാം ആ ശബ്ദം ഉയർത്തി ഒന്ന് പറയണം ഞാൻ ആഗ്രഹിക്കുന്നു. എല്ലാ ദിവസവും നിന്ന് പറയാം. ഞാൻ ചില കണ്ണുകളെ കാണുന്നല്ലോ, നിറഞ്ഞു നിൽക്കുന്ന കണ്ണുകൾ യേശുവിന്റെ നാമത്തിൽ കണ്ണുനീരോടെ ഈ മീറ്റിംഗിൽ പങ്കെടുക്കുന്ന സഹോദരങ്ങളെ ഞാൻ ആത്മാവിൽ കാണുന്നു. യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. അൺയൂഷ്വലായ ചില ഓപ്പണിങ്ങുകൾ നിന്റെ കൺമുമ്പിൽ വെളിപ്പെടും. അത് വ്യക്തിപരമായ നിന്റെ അനുഗ്രഹങ്ങൾക്ക് വേണ്ടിയുള്ള ഓപ്പണിങ്ങുകൾ അല്ല, പകരം മന്ദിരങ്ങൾ പോലെ ഇന്നലകളിൽ സുവിശേഷത്തിന്റെ മൂവ്മെന്റിനെ തടയാൻ യഹൂദൻ ഉപയോഗിച്ച ചില ഉപയോഗിച്ച ചില പാത്രങ്ങളെ പരിശുദ്ധാത്മാവിന് വേണ്ടി കയറി സ്പർശിക്കാൻ, ഒരു സ്പിരിച്വൽ എൻകൗണ്ടർ നടത്താൻ, ഒന്നുകൂടെ ദൈവത്തെ കുറിച്ചുള്ള ഭയം അതിനകത്തിടാൻ, ന്യായവിധി കേട്ടപ്പോൾ അധികാരം കയ്യിലുള്ളവർ, ഒന്നുകൂടെ പറഞ്ഞാൽ ദേശത്ത് ന്യായപാലനം ചെയ്തുകൊണ്ടിരിക്കുന്ന പലർക്കും അനുകൂലമായും പ്രതികൂലമായും ന്യായവിധിയുടെ ഓർഡർ പുറപ്പെടുവിച്ചിട്ടുള്ള അവൻ ചിലരോട് നിന്നക്കു മുകളിലിരിക്കുന്ന ഒരു ന്യായാധിപതി ഉണ്ടെന്ന് പറയുമ്പോ ആ ന്യായാധിപതിയെ കുറിച്ചുള്ള ഭയം ഫെലിക്സിന്റെ മേൽ വീണതുപോലെ ചിലതിന്റെ അകത്ത് നിന്നെ അളക്കുന്ന ഒരു ദൈവമുണ്ട്. നിനക്കു മീതെ നിന്റെ ജീവിത രീതികളെ, നിന്റെ പ്രവർത്തനങ്ങളെ അളന്നു കുറിക്കുന്ന ഒരു ന്യായാധിപതി ഉണ്ടെന്ന് പറയാൻ ഇതിനകത്ത് ചിലതിനെ പരിശുദ്ധാത്മാവ് ഇന്നത്തെ അവൻ ഈ പ്രഭാതത്തിൽ ശക്തമായി ഇടപെട്ട് ഉറപ്പിക്കുന്നു. ഒന്ന് പ്രാർത്ഥിച്ച എല്ലാവരും, കർത്താവേ, ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിലേക്ക് ഓടി വരുന്നപ്പ, ഞങ്ങളോടുള്ള അങ്ങയുടെ ദയക്കായി സ്തോത്രം, ഞങ്ങളോടുള്ള അങ്ങയുടെ കരുതലിനായിട്ട് നന്ദി.
യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ. കർത്താവേ, അസാധാരണമായ അഭിഷേകത്തിനു വേണ്ടി ചിലർ കൊതിക്കുന്നല്ലോ. ഇവരുടെ മേൽ പകർന്നിരിക്കുന്ന അഭിഷേകത്തിന്റെ ശക്തിയിൽ ഇവർ കയറി വരത്തക്ക തരത്തിൽ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഒരു നിമിഷം നിങ്ങളുടെ കരങ്ങളെ ദിവസം ഉയർത്തുകയും ഇപ്രകാരം ഒരു അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നെങ്കിൽ ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഞാൻ ഈ കരം ഉയർത്തപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ സൂം പ്ലാറ്റ്ഫോമിലും ഞങ്ങളുടെ ഈ സന്ദേശം നാളുകളിൽ മറ്റ് മാധ്യമങ്ങളുടെ കേൾക്കാൻ സാധ്യതയുള്ളവരുടെ മേലും ഈ അഭിഷേകത്തിന്റെ ശക്തി ഒന്ന് വീഴണം. ഇവർ ദൈവത്തിന് വേണ്ടി ഉപയോഗിക്കപ്പെടണം. ഇവർ ദൈവിക കരുതലുകൾക്ക് വേണ്ടി നിൽക്കണം. അതിനായി ഞാൻ പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ഏതൊരു സാഹചര്യത്താലും സ്വാധീനിക്കപ്പെടാതെ, ഏതൊരു സാഹചര്യത്താലും സ്വാധീനിക്കപ്പെടാതെ സത്യവചനത്തിന്റെ ശക്തിയെ ഒട്ടും ചോർത്തിക്കളയാതെ, ഒരുവന്റെ മുമ്പിലും ഭയപ്പെടാതെ ധൈര്യത്തോടെ ദൈവാത്മാവ് കൈമാറുന്ന സന്ദേശങ്ങളെ കൈമാറാൻ ഞാൻ ആത്മാവിൽ ചിലതിനെ